മച്ചാന്മാരെ നമ്മൾ ദേ ഈ കാണുന്ന കുളം അല്ലല്ല ദേ ആ കാണുന്ന കുളം നമ്മൾ വറ്റിക്കാൻ പോകണം. അന്ന് നേരെ വാ. നമ്മൾ കുളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുളമാണ് നമ്മൾ വറ്റിക്കാൻ പോകുന്നത്. നല്ല വെള്ളമുണ്ട്. വെള്ളം ഈ സൈഡിൽ ഇച്ചിരി വല മാറ്റാം. നമുക്ക് വെള്ളം തുറന്ന് വിടണം. എന്നാൽ ഇതിനകത്ത് വെള്ളം പറ്റിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്നു ഇപ്പോൾ പറ്റുന്നില്ല. ഇച്ചിരി വല മാറ്റുന്നുള്ളൂ. ഈ പൈപ്പിലൂടെയാണ് നമ്മൾ വെള്ളം തുറന്നിടാൻ പോകുന്നത്. നമുക്ക് ആദ്യം കുളത്തിൽ നിന്ന് തന്നെ വെള്ളം ശേഖരിക്കാം. കുളത്തിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. നമ്മളിതിങ്ങനെ വെച്ചിട്ട് അപ്പോൾ വെള്ളം നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വലയെല്ലാം മാറ്റുവാണ്. നമ്മൾ ഈ കുപ്പിയെല്ലാം വെച്ചേക്കുന്ന വല താഴ്ന്നു പോയിരിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ സാങ്കല്പികമായി കാണിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വലയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം പറ്റുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. പറ്റിക്കാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇതിനകത്ത് മീൻ കുഞ്ഞുങ്ങളുണ്ട്. അതിന് നിങ്ങൾ വീഡിയോ കാണിക്കാന്ന് വിചാരിച്ചപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം മീനുകളെല്ലാം ചെതറി ഓടുവാണ് നമ്മളെ കാണുമ്പോഴത്തേക്കും. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ തൽക്കാലം ഈ കുളം പറ്റിക്കാന്ന് വിചാരിക്കുന്നത്. ഇത് ഫുള്ള് പാലെല്ലാം മേടിച്ച് ചെടിയെല്ലാം ഇത് കലങ്ങി കുറച്ച് വലിയ മീനുകളുണ്ട്. അതിനാണ് നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും. ഇതിനകത്തെല്ലാം കുഞ്ഞുങ്ങളും വലുതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി വലുതായിട്ട് നമുക്ക് ഈ കുളം പറ്റിക്കാനേ പറ്റുള്ളൂ. ഇനി പെട്ടെന്ന് നമുക്ക് ഈ കുളം ഇനി പറ്റിക്കാനൊന്നും സാധിക്കില്ല, കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട്. വെള്ളം പകുതി പറ്റിക്കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഗൗരാമിനെ കാണാം. ഇത് നമ്മൾ ഒരു വർഷം 3 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഈ ഗൗരാമിനെ ആ കുളത്തിലേക്കായിരുന്നു റിലീസ് ചെയ്തത്. പക്ഷേ അതിനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നനയും. അതിശക്തിയായ മഴയാണ് ഇവിടെ പെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. വിഷ്ണു നമ്മുടെ കൂടെ. അപ്പൊ നല്ല മഴയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുളത്തിന്റെ അടുത്തേക്ക് നമ്മൾ വീണ്ടും ചെന്നേക്കാണ്. മറ്റ മഴയായിരുന്നു. നമ്മൾ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ മഴ കഴിഞ്ഞ മനസ്സിനെ കൊണ്ട് പറയിക്കാനായിട്ട്. ബാക്കിയുള്ള നമുക്ക് കപ്പ് വെച്ച് കോരി കളയാൻ സാധിക്കുള്ളൂ. വെള്ളം പോകുന്നൊന്നുമില്ല. ആഫ്രിക്കൻ മഴ നമ്മൾ വെച്ചോന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങുവാണ്. ചുറ്റി കണ്ട് ഇറങ്ങിയില്ലെങ്കിൽ പടുതമുള്ള നീര് നമുക്ക് കാലം തന്നെ തലയിടിച്ച് അവിടെ കിടക്കും. ആരൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. നല്ല തെന്നലുണ്ട്. ഇനി നമുക്ക് വെള്ളം കോരി കളയാം. കുഞ്ഞു മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വെള്ളം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കോരി കളയാം. ഞാനിത് വറ്റിക്കുന്നതിന് വരെ സമയമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കത് വറ്റിച്ചിട്ട് മീനുകളാണിത്. ഗൗരവ നമുക്കറിയാലോ. നമ്മുടെ പണ്ടത്തെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം. നമ്മളെ ഗൗരവൻ്റെ അടുത്ത് കുളത്തിൽ നമ്മൾ റിലീസ് ചെയ്തതില്ല നിങ്ങൾ കണ്ടു കാണും. ഇത് 2 ആഫ്രിക്കൻ 1 വയസ്സ് പ്രായമുള്ള ഗൗരവാണിത്. 1 വയസ്സ് 3 മാസം പ്രായം. കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഗൈസ് ഈ മീനെ നമുക്ക് ഈ കുളത്തിൽ നിന്ന് ഇട്ടതാണ്. ഏകദേശം എന്നെ കൊണ്ട് വരില്ല. നമുക്ക് ഇതിനെ വെള്ളത്തിലേക്ക് ഇറക്കിടാം. പോയി കണ്ട. ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇതിനെടുത്ത് ഇവന്മാരെ പിടിക്കുന്ന കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവന്മാരെ പാത്രത്തോടെ തന്നെ തട്ടാൻ പോവാണ് കുളത്തിലേക്ക്. ഇവന്മാരെ പിടിച്ചു മാറ്റാൻ തന്നെ കുറേ നേരം എടുക്കും. ഇവന്മാരെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വൈദ്യുതി പോവാണ്. അതുകൊണ്ട് ഈ പാത്രത്തോടെ നമുക്ക് വെള്ളത്തിലേക്ക് കാമത്താം. വെറും 4 മാസം പ്രായമുള്ള ആഫ്രിക്കൻ മിഷിയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇറക്കി വിടുവാണ് ഇതിനെ. പോട്ടെ ബാക്കി വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിച്ചങ്ങ് വിടുവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്നും കൂടെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ വീഡിയോ അവസാനിക്കുന്നു.